Hello, Namaskaram. I am Merin. Welcome to my channel. In this video, we will do a variety of calligraphy video. That is, we will do a ribbon calligraphy font. So, video start if you channel subscribe please do subscribe and press the bell icon press because the videos notification you get. So, we will video start. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ എന്താണ് റിബൺ കാലിഗ്രഫി ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട് റിബൺ കാലിഗ്രഫി നമ്മൾ റിബൺ യൂസ് ചെയ്തിട്ട് ഫോൾഡ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആൽഫബറ്റ്സ് എഴുതുമ്പോൾ അത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പേപ്പറിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ റിബൺ കാലിഗ്രഫി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു റിബൺ ആണ് ഈ ഒരു റിബൺ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ആൽഫബറ്റ് ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിബൺ വെച്ച് എഴുതുമ്പോൾ ഇരിക്കുന്നത് അല്ലേ കണ്ടില്ലേ ഇതിനെ നമ്മൾ അതുപോലെ തന്നെ പേപ്പറിലാക്കുന്നതിനെയാണ് നമ്മൾ റിബൺ കാലിഗ്രഫി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് പേപ്പറിലോട്ടാക്കുമ്പോൾ ഈ ഒരു 3D ഫിഗറിനെ നമ്മൾ 2D ആക്കുമ്പോഴത്തേക്ക് കുറേ ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാനുണ്ട് നമ്മളിപ്പം ഇത് ഈ ഒരു റിബൺ ഇപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാം റിബണിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ ഒരു സൈഡ് നല്ല തിളക്കവും ഒരു സൈഡിൽ കുറച്ച് ഡിമ്മായിട്ടാണല്ലോ റിബൺ കളർ ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ അത് എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണോ ഫ്രണ്ടിൽ വരുന്നത് അത് ബ്രൈറ്റ് ആയിരിക്കും അതുപോലെ തന്നെ അകത്തോട്ട് പോകുന്ന താണ്ടെ ഇവിടെയൊക്കെ അകത്തോട്ട് ഇരിക്കുന്ന റിബൺ ഉണ്ട് അകത്തോട്ട് ആയിട്ട് കേർവ് ആയിട്ടിരിക്കുന്ന ആ റിബൺ ആ ഒരു സൈഡ് നമ്മൾ കുറച്ചൊരു ഷെയ്ഡായിട്ടാണ് ഷോ ചെയ്യുന്നത് കണ്ടില്ലേ ഇതെല്ലാം ആൽഫബറ്റ്സ് ആണ് A to Z ആൽഫബറ്റ്സ് ആണ് റിബൺ കാലിഗ്രഫീൻ്റെ അപ്പോൾ നമ്മൾ ഈ ആൽഫബറ്റ്സ് ഒക്കെ പഠിക്കുന്നതിനെക്കാട്ടിലും മുന്നേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കർവ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് ആദ്യം മെയിനായിട്ട് പഠിക്കണം എന്നിട്ടാണ് നമ്മൾ ആൽഫബറ്റ്സിലോട്ട് പോകുന്നത് റിബൺ കാലിഗ്രഫി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ലൈനറാണ് യൂസ് ചെയ്യുന്നത് 0.1 ആണ് സൈസ് പിന്നെ ഞാൻ കളർ യൂസ് ചെയ്യുന്നത് പോസ്റ്റർ കളറാണ് അപ്പോൾ നമുക്കിനി ബേസിക് ആയിട്ടുള്ള സ്ട്രോക്സ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ബ്രഷ് ലെറ്ററിങ് കാലിഗ്രഫി ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എവിടേക്കാണോ ബ്രഷിൻ്റെ മൂവ്മെൻറ്റ് താഴോട്ട് വരുന്നത് അതായത് ഡൗൺ സ്ട്രോക്ക് എവിടേക്കാണോ വരുന്നത് അവിടെ നമ്മൾ തിക്കായിട്ടായിരുന്നു വരച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ എവിടേക്കാണോ ബ്രഷ് മൂവ്മെൻറ്റ് മേളിലോട്ട് പോകുന്നത് അവിടെ നമ്മൾ തിൻ ലൈൻസ് ആയിരുന്നു കൊടുത്തിരുന്നത് അവിടെ നമ്മൾ പ്രഷറും കുറച്ചേ അപ്ലൈ ചെയ്യത്തുള്ളായിരുന്നുള്ളൂ പക്ഷേ റിബൺ കാലിഗ്രഫിയിൽ അങ്ങനെയല്ല കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് അതായത് നമ്മൾ അപ്പ് സ്ട്രോക്ക് വരയ്ക്കാനും ഡൗൺ സ്ട്രോക്ക് വരയ്ക്കാനും ഒരേ പ്രഷർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്ട്രോക്കാണ് അണ്ടർ ടേൺ അപ്പോൾ ഇനി നമ്മളിത് ഔട്ട്ലൈൻ ചെയ്യണം ഇപ്പോൾ റിബൺ ലെറ്ററിങ്ങിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഏതിലാണ് നമ്മൾ ഷെയ്ഡിങ് കൊടുക്കേണ്ടത് ഏതിലാണ് ഷെയ്ഡ് കൊടുക്കേണ്ടാത്തതെന്ന് അപ്പോൾ അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം അപ്പം ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ഡൗൺ സ്ട്രോക്ക് എന്നാണ് അപ്പം നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രഷ് മൂവ്മെൻറ്റ് ഇങ്ങനെ താഴോട്ട് വന്ന് പിന്നെ മേളിലോട്ട് പോയി അല്ലേ അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡൗൺ സ്ട്രോക്ക് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലായി ഇതാണ് ഡൗൺ സ്ട്രോക്ക് ഇതാണ് അപ്പ് സ്ട്രോക്ക് അപ്പം ഡൗൺ സ്ട്രോക്ക് ആണ് ഏറ്റവും ആദ്യം വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡൗൺ സ്ട്രോക്കിൻ്റെ ഇന്നർ ലൈൻ ഏതാണോ അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ഔട്ട്ലൈൻ ചെയ്യേണ്ടത് അതിങ്ങനെ താഴെ ബോട്ടം വരെ നമ്മൾ മുട്ടിക്കണം ഈ ബാക്കി അങ്ങ് നമ്മൾ നോർമൽ വരയ്ക്കുന്നത് പോലെ അങ്ങ് ഔട്ട്ലൈൻ ചെയ്താൽ മതി അപ്പ് സ്ട്രോക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഷെയ്ഡ് ഇവിടെ നിന്ന് കൊടുക്കുമ്പോഴത്തേക്ക് റെഡിയായി ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ കളർ വെച്ച് തന്നെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഡാർക്ക് ഫീൽ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ
ഇനി നമുക്ക് നെക്സ്റ്റ് സ്ട്രോക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് കർവിൻ്റെ പേരാണ് ഓവർ ടേൺ. അപ്പോൾ ഇത് നമുക്കിനി ഔട്ട്ലൈൻ ചെയ്യണം. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്നതിന് മുന്നേ ആദ്യം കണ്ടുപിടിക്കണം ഏതാണ് അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും എന്ന്. ഇത് അപ്പ് സ്ട്രോക്ക്, ഇത് ഡൗൺ സ്ട്രോക്ക്. അപ്പം നമ്മൾ ഇതാണ് ഡൗൺ സ്ട്രോക്ക്. ഡൗൺ സ്ട്രോക്കാണ് ഏറ്റവും ആദ്യം വരയ്ക്കേണ്ടത്. അപ്പം ഏറ്റവും ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ അകത്തുള്ള കർവാണ് ഏറ്റവും ആദ്യം വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് അപ്പ് സ്ട്രോക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ കർവും റെഡിയായി. ഇനി നെക്സ്റ്റ് കർവാണ് കമ്പൗണ്ട് കർവ്. ഈ രണ്ട് കർവ് കൂടെ ഒന്നിച്ച് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ കമ്പൗണ്ട് കർവ് എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം ഡൗൺ സ്ട്രോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇതുമാണ് ഡൗൺ സ്ട്രോക്ക്. അപ്പം ഡൗൺ സ്ട്രോക്കിൻ്റെ അകത്തുള്ള ലൈൻ നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. ഇതും ഡൗൺ സ്ട്രോക്കാണ്. നമുക്ക് എപ്പോഴും നമ്മളുടെ ഒരു ബ്രഷ് മൂവ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മളെപ്പോഴും കൺഫ്യൂസ് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ ഈ ഡൗൺ സ്ട്രോക്ക് എവിടേക്കാണോ അതിൽ ഇന്നർ ലൈൻ മാത്രം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇതാണ് ഡൗൺ സ്ട്രോക്ക്. അപ്പം ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതാണ് ഇന്നർ ലൈൻ. അപ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഇതും നമുക്ക് നോക്കാം. ഇതും ഇങ്ങനെ താഴെ വരെ നമ്മൾ ടച്ച് ചെയ്യുന്ന ബോട്ടം വരെ ടച്ച് ചെയ്യണം. ഇനി ബാക്കി ജസ്റ്റ് അങ്ങ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കമ്പൗണ്ട് കർവും പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇത്രയും കർവ്സ് ഓക്കെ ആയി. ഇനി നമുക്ക് അസെൻഡിങ്ങും ഡിസെൻഡിങ് ലെറ്റേഴ്സ് വരുമ്പോഴും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അപ്പം അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതുപോലെ മേളത്തെ ലൈനിൽ ടച്ച് ചെയ്യുന്ന ബി, ഡി, എച്ച്, ടി അതൊക്കെയാണ് അസെൻഡേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ താഴത്തെ ലൈൻ ടച്ച് ചെയ്യുന്ന ആൽഫബറ്റ്സിനെ, അതായത് പി, ക്യു, വൈ ഒക്കെ നമ്മൾ ഡിസെൻഡേഴ്സ് ലെറ്റേഴ്സാണ്. അപ്പം ഇതിൻ്റെ അകത്തുള്ള കർവ്സും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് അപ്പ് സ്ട്രോക്ക്,
എന്നിട്ട് ഇത് ഡൗൺ സ്ട്രോക്കുമാണ്. അപ്പം ഡൗൺ സ്ട്രോക്കിൻ്റെ അകത്തുള്ള ലൈൻ നമ്മൾ ആദ്യം ഡ്രോ ചെയ്തിട്ട് എൻഡ് വരെ നമ്മൾ കൊണ്ടെത്തിക്കുക. പിന്നെ ബാക്കി നമ്മൾ നോർമൽ വരയ്ക്കുന്നത് പോലെ ഔട്ട്ലൈൻ അങ്ങ് വരച്ചു കൊടുക്കുക. ഇത് ഡൗൺ സ്ട്രോക്ക്, ഇത് അപ്പ് സ്ട്രോക്ക്. ഡൗൺ സ്ട്രോക്കിൻ്റെ ലൈൻ എൻഡ് വരെ കൊണ്ടുവരിക. നെക്സ്റ്റ് ഓവലും ഓവർടേൺ ലൂപ്സും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ്. അപ്പം സാധാ ഓവലാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ ബിയും ഡിയും ഒക്കെ വരയ്ക്കുമ്പോൾ ഉള്ള ലൂപ്സുമാണിത്. എവിടേക്കാണോ ഡൗൺ സ്ട്രോക്ക് ഉള്ളത് അത് നമ്മൾ ഏറ്റവും ആദ്യം വരയ്ക്കണം. നമ്മൾ നേരത്തെ വരച്ച ആ ബ്രഷിൻ്റെ ലൈനിങ്സ് നമുക്ക് എപ്പോഴും തെറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അത് വെച്ചിട്ട് ചിലപ്പോൾ ഫോളോ ചെയ്തിട്ട് തെറ്റ് വെത്തും. അപ്പം അത് നോക്കാതെ ഡയറക്റ്റ് ഡൗൺ സ്ട്രോക്ക് തന്നെ ഏറ്റവും ആദ്യം ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തെറ്റ് വരില്ല. അപ്പോൾ ഇത് ഇത്രയാണ് റിബൺ ലെറ്ററിങ്ങിലെ ബേസിക് ആയിട്ടുള്ള സ്ട്രോക്സ്. അപ്പോൾ നിങ്ങൾ ബ്രഷ് ലെറ്ററിങ് ഒക്കെ നല്ലതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ഇതങ്ങോട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, രണ്ടും ഈക്വൽ ആയിട്ട് തന്നെ വരയ്ക്കാനുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേവ് ലൈൻസ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഈ ബേസിക് സ്ട്രോക്സ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഞാനിപ്പം കാണിച്ച ബേസ് സ്ട്രോക്സിനെക്കാട്ടിലും മുന്നേ പഠിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ഏറ്റവും ആദ്യം തന്നെ ആ ഒരു പെയിൻറ്റും ബ്രഷും ഒരു കൺട്രോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം വേവ് ലൈൻസ് ആണ്. ഈക്വൽ പ്രഷർ കൊടുത്തിട്ട് നിങ്ങൾ വേവ് ലൈൻസ് ആദ്യം വരച്ച് പഠിക്കുക. ഒരു ഈക്വൽ തിക്നെസ് ആയിരിക്കണം അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളിത് എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. ആ കൈ ഒന്ന് വഴങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരു ബ്രേക്കും വരാതെ ഇത് കംപ്ലീറ്റ് ഇവിടെ വരെ എത്തിക്കുക എന്നുള്ളതാണ്. ഈ വേവ് ലൈൻസ് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്തും പഠിക്കണം. അപ്പം ഏതൊക്കെയാണോ ഡൗൺ സ്ട്രോക്ക് അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ലൈൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അകത്തുള്ള ലൈൻ ഏറ്റവും ആദ്യം വരയ്ക്കണം. അപ്പോൾ ഈ റിബൺ ലെറ്ററിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡൗൺ സ്ട്രോക്ക് ഏതൊക്കെയാണോ അതാണ് ഫ്രണ്ടിൽ വരുന്നത്, ഏതൊക്കെയാണോ അപ്പ് സ്ട്രോക്സ് അതെല്ലാം ബാക്കിലും വരും. അപ്പോൾ നിങ്ങളത് മാത്രം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല. ഇങ്ങനെ നിങ്ങൾ ആദ്യം കളർ വെച്ച് ചെയ്യണം, പിന്നെ അത് ഔട്ട്ലൈൻ ചെയ്യണം, പിന്നെ അത് ഷെയ്ഡ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേ നമുക്ക് അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആവത്തുള്ളൂ. ആ ഒരു ഷെയ്ഡിംഗ് ഒക്കെ നിങ്ങൾ ഓരോന്നും ഇങ്ങനെ ചെയ്ത് നോക്കുക. ലെറ്ററിങ്ങിനെക്കാട്ടിലും മുന്നേ നിങ്ങൾ ഈ വേവ് ലൈൻസ് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ കേർവ്സ്, ബേസിക് ആയിട്ടുള്ള കേർവൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇനി ആൽഫബറ്റ്സ് കൂടെ കാണിക്കുകയാണെങ്കിൽ വീഡിയോ കുറേയും കൂടെ ലെങ്തി ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോ റിബൺ കാലിഗ്രഫിയിൽ ഇടുന്നതായിരിക്കും.